റൈനോപ്ലാസ്റ്റി അല്ലെങ്കിൽ നോസ് ജോബ് പോലുള്ള സർജറീസ് ആർക്കാണ് ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആവുക? നമുക്കറിയാം, ചിലവരുടെ മൂക്കിന്റെ പാലം ചിലവർക്കാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് പൊന്തിയിട്ടായിരിക്കും, ചില ആൾക്കാർക്ക് അത് ചെറുതായിട്ട് താഴ്ന്നിട്ടായിരിക്കും, ചില ആൾക്കാർക്ക് ടിപ്പ് മാത്രം ഭയങ്കര ബ്രോഡായിട്ടായിരിക്കും ഉണ്ടാവുക. ഇതുപോലുള്ള കേസുകളിൽ നോസ് ജോബ് അല്ലെങ്കിൽ റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള സർജറി ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പൊങ്ങിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴ്ത്താം, താഴ്ന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊക്കാം, ടിപ്പിനെ കുറച്ചും കൂടെ ഷാർപ്പാക്കാനായിട്ട് പറ്റും. മൂക്കിന്റെ പാലം മുകളിലത്തെ ഭയങ്കര ബ്രോഡായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എല്ലുകളെ റീഷേപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പോസിബിൾ ആണ്. ഇതെല്ലാം എസ്തെറ്റിക്കലായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സിംഗിൾ ഇൻസിഷനായിട്ട്, അതായത് പുറത്തേക്ക് കൂടെ കലകളും കാര്യങ്ങളും ഒന്നുമില്ലാത്ത രീതിയിൽ ഉള്ളിൽ കൂടെ പോയി ആ എല്ലുകളെയും അല്ലെങ്കിൽ ആ കാർട്ടിലേജിനെയും റീഷേപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ മൂക്കിനെ നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള ഷേപ്പിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന സർജറിയാണ് നോസ് ജോബ് സർജറി. ഇതിന്റെ കൂട്ടത്തിൽ ഒരു ആഡഡ് ബെനിഫിറ്റ് കൂടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് മൂക്കിലെ പാലം വളവ് കാരണം കൊണ്ട് എന്തെങ്കിലും ശ്വാസമുട്ടോ അല്ലെങ്കിൽ അലർജിക് ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ സെയിം സർജറിയിൽ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സെപ്റ്റോ റൈനോപ്ലാസ്റ്റി എന്നൊക്കെ പറയുക. അപ്പോൾ ഏത് സർജറിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുക എന്നുള്ളതൊക്കെ ഒരു സ്കാൻ എങ്ങാനും ചെയ്ത് കഴിഞ്ഞാണ് ചിലപ്പോൾ മനസ്സിലാവുക. അതൊരു പ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഇരുന്ന് കൺസൾട്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ഫൈനൽ ഡിസിഷനും കാര്യങ്ങളും എടുക്കാൻ പറ്റുക.